ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിൽ SITയുടെ തെളിവെടുപ്പ് നടക്കുകയാണ്. ബംഗളൂരുവിലെ ഫ്ളാറ്റിലും പരിശോധന തുടരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കണ്ടെത്തിയതായി എന്നുള്ളൊരു സൂചന കൂടിയുണ്ട്. സ്വർണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും തുടരുകയാണ്. വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. ചെന്നൈയിൽ നിന്ന് KB ശ്രീധരനും ബംഗളൂരുവിൽ നിന്ന് M കമലും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം M കമലിലേക്ക് പോവുകയാണ്. കമൽ, ഇപ്പോൾ ആ ഒരു ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഇപ്പോൾ ഈ പരിശോധനയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് ലഭിച്ചിട്ടുണ്ട്? എന്താണ് കമലിന് മനസ്സിലാകുന്നത്? പൂജ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപ്പാർട്ട്മെന്റിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഫ്ളാറ്റിലെ 4ാം നിലയിലെ അപ്പാർട്ട്മെന്റിലാണ് പരിശോധന നടക്കുന്നത്. അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 176 ഗ്രാം സ്വർണം ഈ SIT സംഘം ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു, അപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു. അത് സ്വർണ്ണാഭരണങ്ങളായാണ് കണ്ടെടുത്തിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമലയിൽ നിന്ന് മോഷണം പോയ അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണവുമായി ബന്ധമുണ്ടോ എന്ന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ അപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. രാവിലെ 9:15 SIT സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ മുതൽ പരിശോധന നടക്കുകയാണ് അപ്പാർട്ട്മെന്റിനകത്ത്. ഇതുവരെ പ്രധാന ഉദ്യോഗസ്ഥരൊന്നും പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. അത്രയും ദീർഘനേരത്തെ പരിശോധനയാണ് നടക്കുന്നത്. അതിലാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ള സംഘം SP-യുടെ നേതൃത്വത്തിൽ ചെന്നൈയിലേക്കാണ് പോയത്. പക്ഷേ ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ ഉദ്യോഗസ്ഥ സംഘം രാവിലെ മുതൽ ഈ അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തുകയാണ്. അവിടെ നിന്നാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. M കമലാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി പ്രധാനപ്പെട്ട പരിശോധന അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിടെ തെളിവെടുപ്പ് തുടരുകയാണ് SIT സംഘം. KB ശ്രീധരൻ ആ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, മുൻപും അവിടെ പരിശോധന ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നടത്തുന്ന പരിശോധന അത് വളരെ നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് അവിടെ പരിശോധന നടത്തുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിലാണ്. എന്തെല്ലാം ലക്ഷ്യമിടുന്നുണ്ട് SIT സംഘം? ഏതാണ്ട് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുകയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ തെളിവെടുപ്പ്. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാന ലക്ഷ്യം എന്നുള്ളത് പണിക്കൂലിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ 109 ഗ്രാം സ്വർണം അത് വീണ്ടെടുക്കുകയാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. അത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ അകത്ത് പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 2 വാഹനങ്ങളിലായിട്ടാണ് പോലീസ് സംഘം ഇവിടേക്ക് എത്തിയത്. കനത്ത സുരക്ഷയിൽ കൂടിയാണ്, പോലീസ് ബന്ധവസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. രാവിലെയാണ് ഇന്ന് പുലർച്ചെയോടെയാണ് ബെല്ലാരിയിൽ നിന്ന് സംഘം എത്തിയത്. അതിനുശേഷം ഇവർ ബംഗളൂരുവിൽ തങ്ങി. ബംഗളൂരുവിൽ വിശ്രമത്തിന് ശേഷമാണ് ഉച്ചയോടുകൂടി ചെന്നൈയിലേക്ക് പുറപ്പെട്ടത്. വൈകിട്ട് 5:15 ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുകയും ചെയ്തു. ബെല്ലാരിയിൽ നടത്തിയ പരിശോധനയിൽ അല്ലെങ്കിൽ ബെല്ലാരിയിൽ നിന്ന് 476 ഗ്രാം സ്വർണം ഗോവർദ്ധൻ എന്ന് പറയുന്ന ജ്വല്ലറി ഉടമയിൽ നിന്ന് 476 ഗ്രാം സ്വർണം വീണ്ടെടുത്തിരുന്നു. ഇനി ഉള്ളതാണ് ഈ 109 ഗ്രാം സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഏതായാലും 2019 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്നത്തെ അതേ രൂപത്തിൽ സ്വർണം വീണ്ടെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. സാധാരണഗതിയിൽ സ്വർണത്തിന്റെ രൂപം മാറ്റുകയോ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തുകയോ ഒക്കെ ചെയ്യാം. പ്രത്യേകിച്ച് ഇങ്ങനെ സ്വർണ്ണ ഇടപാടുകൾ ധാരാളമുള്ള ഒരു സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് തത്തുല്യമായിട്ടുള്ള സ്വർണം വീണ്ടെടുക്കുക മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ബെല്ലാരിയിൽ നിന്നും അത്തരത്തിൽ തന്നെ അതിന് തത്തുല്യമായിട്ടുള്ള സ്വർണം വീണ്ടെടുക്കുകയാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും അങ്ങനെ തന്നെയായിരിക്കും നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഏതായാലും എപ്പോൾ ഇവർ പുറത്തിറങ്ങുമെന്ന് അറിയില്ല. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അതുപോലെ തന്നെ SP ശശിധരൻ എത്ര നേരമായി പരിശോധന തുടങ്ങിയിട്ട്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്വർണം അത് ഏത് വിധത്തിലൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ രീതിയിൽ മാത്രമേ ഇനി ശേഖരിക്കാൻ പറ്റുകയുള്ളൂ. എത്ര നേരമായി പരിശോധന തുടങ്ങിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സൂചന, ഏത് വിധത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ കയ്യിലുണ്ട് തുടങ്ങിയുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ശ്രീധരന് ലഭിച്ചിട്ടുണ്ടോ?
5:15 ശേഷമാണ് പോലീസ് സംഘം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുന്നത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോലീസ് എത്തി. അതിന് പിന്നാലെ SP-യും മറ്റൊരു വാഹനത്തിൽ എത്തി. നിലവിൽ അകത്ത് നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുക ഒട്ടും സാധ്യമല്ല, അസാധ്യമാണ്. പ്രത്യേകിച്ച് കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ പരിശോധനകളൊക്കെ നടക്കുന്നത്. വിവരങ്ങൾ പുറത്തുവരിക എന്നുള്ളത് അത്രയും രഹസ്യ സ്വഭാവത്തിലാണ് ഈ ഓരോ നടപടികളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ പോലീസിന്റെ ആ രഹസ്യ സ്വഭാവം ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രത്യേക അന്വേഷണ സംഘം സൂക്ഷിച്ചിരുന്നു. നിലവിലേതായാലും 1 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ പരിശോധന. സ്വാഭാവികമായിട്ടും നടപടിക്രമം, അതായത് പ്രതിയെയും കൊണ്ട് സ്വർണം തിരിച്ചെടുക്കുക മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി. അത് ചെയ്താൽ ഇവിടെ നിന്ന് സംഘം മടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പോലീസിന്റെ SIT-യുടെ ഒരു സംഘം ഈ 2-3 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത്, ചെന്നൈയിൽ ക്യാമ്പ് ചെയ്ത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതുപോലെ തന്നെ ഇവിടുത്തെ രേഖകളെല്ലാം പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തേക്ക് ഈ പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കേസിൽ നിലവിൽ പങ്കജ് ഭണ്ഡാരിയെ പ്രതി ചേർത്തിട്ടില്ല. എന്തായിരിക്കും അടുത്ത നടപടി എന്നുള്ള സംബന്ധിച്ച് വൈകാതെ തന്നെ അറിയാനാകുമെന്നാണ് തീർച്ചയായും അത്രത്തോളം മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട പരിശോധനയാണ് പോകുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും പരിശോധന നടത്തുന്നുണ്ട് സമാന്തരമായി തന്നെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനയൊക്കെ നമുക്ക് ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. KB ശ്രീധരനും ബംഗളൂരുവിൽ നിന്ന് M കമലുമാണ് നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ശബരിമല